മക്കളെ ഗുഡ് മോർണിംഗ്. അപ്പോൾ വീണ്ടും ഒരു ഫിസിക്സ് ക്ലാസ്. നിങ്ങളെല്ലാവരും പരീക്ഷയ്ക്ക് ഉള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? നല്ല രീതിയിൽ പഠിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പരീക്ഷ എഴുതണം. അപ്പോൾ ഈ ടോപ്പിക്കും കൂടെ നമ്മൾ നടത്താൻ പോകുന്ന എക്സാമിന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ടോപ്പിക്കിൻ്റെ പേര് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ്. എന്താണ് ടോപ്പിക്കിൻ്റെ പേര്? സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ ആക്യുറസി കാണിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ഡിജിറ്റുകളുടെ എണ്ണമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ? ഒരു മെഷർമെൻറ്റിൻ്റെ ആക്യുറസി കാണിക്കാൻ ആ മെഷർമെൻറ്റിലെ നമ്പറിനകത്ത് എത്ര ഡിജിറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്, ആ ഡിജിറ്റുകളുടെ അക്കങ്ങളുടെ എണ്ണമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറയണതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അതിനേക്കാൾ മുന്നേ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ അതിൽ രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് സെർട്ടൈൻ ആയിട്ടുള്ളതും ഒന്ന് അൺസെർട്ടൈൻ ആയിട്ടുള്ളതും. അപ്പോൾ സെർട്ടൈൻ ആയിട്ടുള്ള ഡിജിറ്റുകളും പ്ലസ് അൺസെർട്ടൈൻ ആയിട്ടുള്ള ഒരാളും കൂടിച്ചേരുന്ന ഡിജിറ്റുകളുടെ എണ്ണമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതായത് കൃത്യതയുള്ള ഡിജിറ്റുകളുടെ എണ്ണവും കൃത്യതയില്ലാത്ത മാറ്റം വരാൻ സാധ്യതയുള്ള അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു ഡിജിറ്റിൻ്റെ എണ്ണവും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനെ ഡിഫൈൻ ചെയ്യുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ, ദ സർട്ടൈൻ ഡിജിറ്റ് ആൻഡ് ദ ഫസ്റ്റ് അൺസർട്ടൈൻ ഡിജിറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സർട്ടൈൻ ആയിട്ടുള്ള ഡിജിറ്റുകളുടെ എണ്ണവും അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരാളും കൂടെ കൂട്ടിയ ഡിജിറ്റുകളുടെ എണ്ണമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഫോർ എക്സാമ്പിൾ 13.4 ഇതിൽ 1, 3 ആണ് സെർട്ടൈൻ ആയിട്ടുള്ളത്, 4 ആണ് അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരെണ്ണം. മനസ്സിലായി? അപ്പോൾ 1ഉം 3ഉം എടുക്കണം, അതുപോലെ അൺസർട്ടൈൻ ആയിട്ടുള്ള 4ഉം കൂടി എടുക്കണം. അപ്പോൾ ഡിജിറ്റുകളുടെ എണ്ണം എത്രയാണ്? 3. മനസ്സിലായി? അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇവിടെ എത്രയാണ്? 3. Another example is 14.48. 14.48 അതിൽ 1, 4, 4 എന്നിവ സർട്ടൈനും 8 അൺസർട്ടൈനുമാണ്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര ഉണ്ട്? 1, 4, 4, 8. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം എത്രയാണ്? 4 എന്നാണ് വരിക. ഇതാണ് ബേസിക്കലി സിഗ്നിഫിക്കൻറ്റ് ഫിഗറായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത്. മനസ്സിലായി? സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റുകളുടെ എണ്ണം മെഷർ ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ റൂൾസ് ഉണ്ട്. 6 നിയമങ്ങൾ ഞാനിവിടെ പറയാൻ പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നിയമമാണ് ഞാൻ പറയുന്നത്. റൂൾ 1, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. പൂജ്യമല്ലാത്ത എല്ലാ ഡിജിറ്റുകളും എല്ലാ നമ്പറുകളും നിങ്ങൾ എന്തെണ്ണണം? സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ 145 എന്ന ഒരു നമ്പർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നോൺ സീറോ ആയിട്ടുള്ളവരാണ് എല്ലാവരും, സീറോകളില്ല. അപ്പോൾ 1ഉം 4ഉം 5ഉം എന്തിനു വേണ്ടി പരിഗണിക്കണം? സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണത്തിന് വേണ്ട ഡിജിറ്റുകളായിട്ട് പരിഗണിക്കണം. അപ്പോൾ 145ൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3. 2483 2483. മനസ്സിലായോ? അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം എത്ര വരുന്നത്? 1, 2, 3, 4 മനസ്സിലായോ? അപ്പോൾ പൂജ്യമല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി. കാരണം പൂജ്യമല്ലാത്ത എല്ലാ ഡിജിറ്റുകളെയും നിങ്ങൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് പരിഗണിക്കേണ്ടതാണ്. അപ്പോൾ പൂജ്യം വരുമ്പോഴാണ് കുഴപ്പമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ റൂൾ നമ്പർ 2 പറയുന്നത് ശ്രദ്ധിക്കുക. സീറോസ് കമ്മിങ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. പൂജ്യം വരുമ്പോഴാണ് കുഴപ്പം. പക്ഷെ പൂജ്യം വരുമ്പോൾ കുഴപ്പമില്ല. എപ്പോൾ പൂജ്യം കിടക്കുന്നത് 2 പൂജ്യമല്ലാത്തവരുടെ ഇടയിലാണെങ്കിൽ പൂജ്യം വന്നാൽ കുഴപ്പമില്ല, പൂജ്യം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ പൂജ്യം ഇടയിൽ വരാതിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. സീറോ വരുന്നതാണ് പ്രശ്നം. പക്ഷെ സീറോ പ്രശ്നമില്ലാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ പറഞ്ഞത്. പൂജ്യമല്ലാത്ത 2 പേരുടെ ഇടയിലാണ് പൂജ്യം കെടുക്കുന്നതെങ്കിൽ, സീറോ കെടുക്കുന്നതെങ്കിൽ അവനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന് വേണ്ടി ഉൾപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ 2001 2001 മനസ്സിലായ?
അപ്പോൾ 2ന്റെയും 1ന്റെയും ഇടയിലാണ് പൂജ്യം എടുക്കുന്നത്. അപ്പോൾ പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. അപ്പോൾ ഡിജിറ്റായിട്ട് മെഷർ ചെയ്യണം 1 2 3 4. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 4. 10103 മനസ്സിലായോ? 10103 ഇതിന്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 0 ഒക്കെ എടുക്കുന്നത് നോൺ സീറോന്റെ ഇടയിലാണ്. അപ്പോൾ അതുകൊണ്ട് 1 2 3 4 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? 5. അപ്പോൾ പൂജ്യമല്ലാത്ത എല്ലാവരും സിഗ്നിഫിക്കൻ്റ് ആണ്. പൂജ്യമല്ലാത്തവരുടെ ഇടയിൽ വരുമ്പോൾ പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ റൂൾ നമ്പർ 3യിലേക്ക് പോകാം. റൂൾ നമ്പർ 3 പറയുന്നത് എ നമ്പർ കൺസിസ്റ്റിംഗ് ഓൺലി ഡെസിമൽ പാർട്ട്. മനസ്സിലായ? 1നേക്കാൾ ചെറിയ സംഖ്യയാണെന്ന് വിചാരിക്കുക. ഡെസിമൽ പാർട്ട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആദ്യം വരുന്ന പൂജ്യങ്ങളൊന്നും തന്നെ എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. പൂജ്യമല്ലാത്ത ഡിജിറ്റിന്റെ മുന്നിൽ വരുന്ന ആദ്യ പൂജ്യങ്ങളൊന്നും തന്നെ എന്തല്ല? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പരിഗണിക്കേണ്ടതില്ല. അതാണ് റൂൾ നമ്പർ 3 പറയുന്നത്. എ നമ്പർ കൺസിസ്റ്റിംഗ് ഓൺലി ഡെസിമൽ പാർട്ട് ഫസ്റ്റ് സീറോസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. മനസ്സിലായ? പൂജ്യമല്ലാത്തവരുടെ മുന്നിൽ വരുന്ന ഡെസിമലിൽ ആദ്യം വരുന്ന പൂജ്യങ്ങളൊന്നും തന്നെ സിഗ്നിഫിക്കൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ 0.0012. അപ്പോൾ ഡെസിമൽ മാത്രമേ ഉള്ളൂ. ആദ്യം വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ 1ഉം 2 ആണ് സിഗ്നിഫിക്കൻറ്റിന് വേണ്ടി പരിഗണിക്കേണ്ട ഡിജിറ്റുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 2. അനദർ എക്സാമ്പിൾ 0.01023 അല്ലേ? അപ്പോൾ ആദ്യം വരുന്ന ഡെസിമൽ പാർട്ട് മാത്രമുള്ള ആദ്യം വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് അല്ല. മറ്റേ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. ബിക്കോസ് അത് ലൈസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ് ആണ്. മനസ്സിലായി? അപ്പോൾ 1 2 3 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്രയാണ്? ആ നമ്പറിൽ എത്രയാണ്? 4. റൂൾ നമ്പർ 4ൽ പറയുന്നത് എ നമ്പർ വിത്ത് ഡെസിമൽ. അപ്പോൾ ഡെസിമൽ നിർബന്ധമായിട്ട് ഡെസിമൽ പാർട്ട് വേണം. മനസ്സിലായി? അപ്പോൾ ഒന്നുകിൽ ഇന്റഗ്രൽ പാർട്ട് വിത്ത് ഡെസിമൽ അല്ലെങ്കിൽ ഡെസിമൽ പാർട്ട് ഓൺലി. മനസ്സിലായി? അപ്പോൾ ദ ലാസ്റ്റ് സീറോസ് ആർ സിഗ്നിഫിക്കൻറ്റ്. അവസാനം വരുന്ന പൂജ്യങ്ങളൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. ശ്രദ്ധിക്കട്ടെ, അതാണ് നമ്മളെ തെറ്റിക്കുന്ന ഒരാൾ. എക്സാമ്പിൾ 0.0230. ഡെസിമൽ മാത്രമുള്ള കുഴപ്പമില്ല. പക്ഷേ ഡെസിമൽ ഉണ്ടല്ലോ, ഡെസിമൽ വേണമെന്നാണ് കണ്ടീഷൻ. അപ്പോൾ ആദ്യത്തെ 0 സിഗ്നിഫിക്കൻ്റ് അല്ല. അത് റൂൾ നമ്പർ 3ൽ പറയുന്നതാണ്. അവസാനത്തെ 0 സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് റൂൾ നമ്പർ 4ൽ പറയുന്നത്. അപ്പോൾ 1 2 3 മനസ്സിലായി? 3 ആണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ. 3 ആണ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ. ഇനി 15.0430 മനസ്സിലായോ? അപ്പോൾ ഈ 0 കിടക്കുന്നത് പൂജ്യമല്ലാത്തവരുടെ ഇടയിലാണ്. കാരണം ഇവിടെ ഇന്റഗ്രൽ പാർട്ട് വിത്ത് ഡെസിമലാണ്, ഡെസിമൽ പാർട്ട് ഓൺലി അല്ല. മനസ്സിലായി? അപ്പോൾ ഈ 5ന്റെയും 4ന്റെയും ഇടയിലാണ് ഈ പൂജ്യം കിടക്കുന്നത്. ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. അവസാനം വരുന്ന പൂജ്യം സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് ഈ റൂളിൽ പറയുന്നത്. അപ്പോൾ 1 2 3 4 5 6 ആണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ. ഗോട്ട് ഇറ്റ്? റൂൾ നമ്പർ 5ൽ പറയുന്നത് എ നമ്പർ വിത്ത് റിയൽ പാർട്ട് ഓൺലി. അതായത് എണ്ണൽ സംഖ്യകളാണ് എന്നിരിക്കട്ടെ. മനസ്സിലായി? നാച്ചുറൽ നമ്പറുകളാണ് എന്നിരിക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു നമ്പർ വിത്ത് റിയൽ പാർട്ട് ഓൺലി ലാസ്റ്റ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഇന്റഗ്രൽ പാർട്ട് മാത്രമുള്ള എണ്ണൽ സംഖ്യകളിൽ പെട്ടതാണെങ്കിൽ അവസാനമുള്ള പൂജ്യങ്ങളൊന്നും തന്നെ സിഗ്നിഫിക്കൻ്റ് അല്ല. ഫോർ എക്സാമ്പിൾ 100 അല്ലേ? അതിൽ പൂജ്യങ്ങൾ അവസാനം വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 ആണ് അല്ലേ? 101020 മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ ഈ 0കളൊക്കെ പൂജ്യം അല്ലാത്തവരുടെ ഇടയിൽ കിടക്കണം. അവസാന പൂജ്യം സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ 1 2 3 4 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് 5. റൂൾ നമ്പർ 6 പറയുന്നത് ശ്രദ്ധിക്കുക. എ നമ്പർ വിത്ത് യൂണിറ്റ്. മനസ്സിലായി? യൂണിറ്റ് ഉള്ളതാണെങ്കിൽ മനസ്സിലായോ? ഇത് 100 എന്ന് പറയുമ്പോൾ നമ്പർ മാത്രമല്ലോ. 100 മീറ്റർ എന്ന് പറഞ്ഞാൽ പെട്ടു. അവിടെ യൂണിറ്റിലാണ് വരുന്നത്. മനസ്സിലായി? 100 മീറ്റർ. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആണ്. കാരണം മെഷർമെൻറ്റിൽ വരുമ്പോൾ ട്രെയിലിംഗ് സീറോസൊക്കെ അവസാനം വരുന്ന സീറോസൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ 100 മീറ്റർ എടുത്തു കഴിഞ്ഞാൽ 3 ആണ്. 2.00 മീറ്റർ. മനസ്സിലായി? 2.00 മീറ്റർ എന്ന് പറഞ്ഞാൽ 2.00 എന്ന് വന്നാലും എന്തുതന്നെയാണ്? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 3 ആണ്. കാരണം ഇവിടെ ഡെസിമൽ പാർട്ടിൽ അവസാന പൂജ്യങ്ങൾ സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 3 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 2 മാർക്കിന് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. മനസ്സിലായി? 5-6 നമ്പറുകൾ തരും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളോട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എഴുതാൻ പറയും. ഇനി 10ന്റെ പവറായിട്ട് വരികയാണെന്ന് വെച്ചാൽ നിങ്ങളത് കൺസിഡർ ചെയ്യേണ്ടതില്ല. സംഖ്യയിൽ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഡിജിറ്റുകളുടെ എണ്ണം എഴുതിയിട്ട് നിങ്ങൾക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയ ക്ലാസ്സിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത 2 മാർക്കിൻ്റെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ടോപ്പിക്കിൻ്റെ പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. താങ്ക് യു.